ഇന്ന് നിങ്ങൾക്കായുള്ള കരിയർ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് സിക്സ് ഓഫ് സോഡ് എന്ന് പറയുന്ന കാർഡ് ഒരു പരിവർത്തനം എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. അതായത് പഴയതിനെ വിട്ട് പുതിയതിലേക്ക് പോകുന്നു എന്ന് ഈ കാർഡിന്റെ എനർജി പറയുന്നു. ഒരു പക്ഷേ ജോബിൽ നിങ്ങൾ പഴയ ജോബ് വിട്ട് പുതിയതിലോട്ട് പോകുന്നുണ്ടായിരിക്കാം. പഴയ ജോബിൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. മാനസികമായിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ അഭിമുഖീകരിക്കേണ്ടതായി വന്നിട്ടുണ്ടെന്ന് ഈ കാർഡിന്റെ എനർജി പറയുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കാം. ടെൻ ഓഫ് സോഡ് എന്ന് പറയുന്നതും ഒരു വേദനയുടെ കാർഡ് തന്നെയാണ് തീർച്ചയായിട്ടും. അതായത് നിങ്ങൾ അന്യായമായ കുറേ പോരാട്ടങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് ഈ കാർഡിൻ്റെ എനർജി പറയുന്നു. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജോബിൽ ഉണ്ടായ, ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഉണ്ടായെന്ന് ഈ കാർഡിൻ്റെ എനർജി പറയുന്നുണ്ട്. സെവൻ ഓഫ് വാണ്ട് എന്ന് പറയുന്ന എനർജി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോബിൽ കോമ്പറ്റീഷൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ആരാണ് നിങ്ങൾക്ക് എതിരായി നിൽക്കുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് ഈ കാർഡിൻ്റെ എനർജി പറയുന്നു. പക്ഷെ നിങ്ങൾ ഇമോഷണലി സ്റ്റേബിൾ ആണ്, യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട്, റിസ്ക് എടുത്തായാലും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന് ഈ കാർഡിൻ്റെ എനർജി പറയുന്നുണ്ട്. ത്രീ ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മ എന്നതിനെയൊക്കെ സൂചിപ്പിക്കുന്ന കാർഡാണ്. ഒരു പക്ഷേ നിങ്ങൾക്കൊരു ടീം വർക്ക് ഉണ്ടായിരിക്കാം. കൂട്ടായ്മ, ആഘോഷം എന്നതിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. ടീം വർക്ക് ഉണ്ടായിരിക്കാം. അവരുടെയൊക്കെ സപ്പോർട്ടോടുകൂടി നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. ദി ഹെർമിറ്റ് എന്ന് പറയുന്ന കാർഡ് നിങ്ങളുടെ ഫീൽഡിൽ നിങ്ങൾ ചിലപ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടതായി വരുമെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആത്മപരിശോധന, നിങ്ങളുടെ ഉള്ളിലേക്ക് ഒന്ന് സൈലൻ്റ് ആയിട്ടിരുന്ന് നിങ്ങൾ ആത്മപരിശോധന നടത്തുക, ഒന്ന് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക എന്ന് ഈ കാർഡിൻ്റെ, നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക എന്ന് ആ കാർഡ് പറയുന്നുണ്ട്. ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നും ഈ കാർഡിൻ്റെ മീനിങ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. സിക്സ് ഓഫ് വാണ്ട് എന്ന് പറയുന്നത് ഒരു വിജയത്തിൻ്റെ കാർഡാണ്. തീർച്ചയായിട്ടും സ്ട്രഗിൾ എടുത്തായാലും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഈ കാർഡിൻ്റെ എനർജി പറയുന്നത്. എല്ലാവരും ബഹുമാനിക്കുന്ന തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാകും. ഒരു ആത്മപ്രശംസയൊക്കെ ലഭിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഫീൽഡിൽ തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കുമെന്ന് ഈ കാർഡിൻ്റെ എനർജി പറയുന്നു. ഏസ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിന് അനുയോജ്യമായ രീതിയിലുള്ള ഒരു ജോബ് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ജോബ് ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കുക, നിങ്ങൾക്കത് ലഭിക്കുമെന്ന് ഈ കാർഡിൻ്റെ എനർജി പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത് പഴയതിനെ എല്ലാം, പാസ്റ്റിനെ അങ്ങ് വിടുക, പഴയതിനെ എല്ലാം വിടുക, മുന്നിലേക്ക് പോകുക, നിങ്ങളുടെ ആ ആത്മാവിനെ പറയുന്നത് കേൾക്കുക, ആ സത്യസന്ധതയും ആ ഒരു ധൈര്യവും കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫീൽഡിൽ തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു തൊഴിൽ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് യൂണിവേഴ്സ് പറയുന്നു. ഇന്നത്തെ എനർജിയാണ് വായിച്ചത്. എല്ലാവർക്കും